രണ്ടാം പിണറായി സർക്കാരിലെ മന്ത്രിമാർക്കെതിരെ രൂക്ഷ വിമർശനവുമായി സിപിഐഎം സംസ്ഥാന സമ്മേളനത്തിൽ പ്രതിനിധികൾ. മുഖ്യമന്ത്രി ഒഴികെ മറ്റാർക്കും പ്രതീക്ഷയ്ക്കൊത്തുയരാൻ കഴിയുന്നില്ലെന്നും വിമർശനങ്ങളെ മുഖ്യമന്ത്രിക്ക് ഒറ്റയ്ക്ക് നേരിടേണ്ടി വരുന്നുവെന്നും പ്രതിനിധികൾ. PSC അംഗങ്ങൾക്ക് സ്വർണ്ണക്കരണ്ടി ശമ്പളമെന്നും ആശാവർക്കർമാരുടെ സമരം ഒത്തുതീർപ്പാക്കാത്തതിലും വിമർശനം ഉയരുന്നുണ്ട്. കൂടുതൽ വിവരങ്ങളുമായി സമ്മേളന നഗരിയിൽ നിന്നും അർജുൻ രാജാണ് ചേരുന്നത്. അർജുൻ, എന്തായാലും വലിയ തരത്തിൽ ഗൗരവകരമായിട്ടുള്ള ചർച്ചകൾ തന്നെയാണ് അവിടെ നടക്കുന്നത് എന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഉയരുന്ന ആരോപണങ്ങളെയൊക്കെ ഏത് രീതിയിലാണ് നോക്കിക്കാണുന്നത്? അത്തരം ചർച്ചകളൊക്കെ എങ്ങനെയാണ് അവിടെ പുരോഗമിക്കുന്നത്? സ്വാതി, സംഘടനാ റിപ്പോർട്ടിലുള്ള ചർച്ചയാണ് ഇന്ന് CPM സംസ്ഥാന സമ്മേളനത്തിൽ തുടരുന്നത്. പ്രധാനമായും നേതൃത്വത്തിന് വിമർശനം ഉണ്ട്. പാർട്ടി സംസ്ഥാന നേതാക്കളെ വിമർശിച്ചുകൊണ്ടാണ് ഈ ചർച്ച മുന്നോട്ട് പോകുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട വിമർശനം എന്ന് പറയുന്നത് സ്ഥാനങ്ങൾ കണ്ണൂരിന് മാത്രമായി വീതം വെക്കുന്ന ഒരു സമീപനം ഇപ്പോൾ പാർട്ടിയിൽ ഉണ്ടെന്ന് ചില അംഗങ്ങൾ വിമർശനമായി ഉന്നയിക്കുന്നുണ്ട്. മൂല്യങ്ങളും മെറിറ്റും നോക്കി വേണം സ്ഥാനങ്ങൾ നൽകേണ്ടത് എന്നാണ് പാർട്ടി പറയുന്നത്. പക്ഷേ സ്ഥാനമാനങ്ങൾ കണ്ണൂരിന് മാത്രമായി നൽകുന്ന ഒരു സമീപനം ഇപ്പോൾ ഉണ്ടെന്നുള്ളതാണ് പ്രധാനപ്പെട്ട വിമർശനം. പത്തനംതിട്ടയിൽ നിന്നുള്ള പ്രതിനിധിയാണ് ഇത്തരത്തിലുള്ള വിമർശനം ഈ സമ്മേളനത്തിൽ ഉന്നയിച്ചിട്ടുള്ളത്. എന്ന് മാത്രമല്ല, ഈ സമയത്ത് സംസ്ഥാന സർക്കാരിനെയും അല്ലെങ്കിൽ CPM-നെയും ഒക്കെ ഏറ്റവും കൂടുതൽ പ്രതിസന്ധിയിലാക്കിയിട്ടുള്ള ആശാ വർക്കർമാരുടെ സമരവും ഈ ഇന്നത്തെ CPM സംസ്ഥാന സമ്മേളനത്തിൽ അത് ചർച്ചയായി വന്നു എന്നുള്ളത് എടുത്തു പറയേണ്ടതാണ്. ആശാ വർക്കർമാരുടെ സമരം ഒത്തുതീർപ്പാക്കാത്തതിനെ എതിരായിട്ട് വിമർശനം പ്രതിനിധികൾ ഉന്നയിച്ചിട്ടുണ്ട്. PSC അംഗങ്ങൾക്ക് സ്വർണ്ണക്കരണ്ടിയിൽ ശമ്പളം നൽകുകയാണ്, പക്ഷേ ആശാ വർക്കർമാരുടെ സമരം ഒത്തുതീർപ്പാക്കാൻ സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഒരു നടപടിയും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് വിമർശനം. സമരം തെളിഞ്ഞ വെള്ളത്തിൽ നഞ്ച് കലക്കിയതുപോലെ സർക്കാരിനെ ബാധിക്കുകയാണ്. എല്ലായിടത്തു നിന്നും സംസ്ഥാന സർക്കാരിനെതിരായിട്ടുള്ള വിമർശനമാണ് ഉള്ളത്. പക്ഷേ ഇക്കാര്യത്തിൽ കേന്ദ്ര സർക്കാരാണ് അതിൻ്റെ ഉത്തരവാദിയെന്ന് സംസ്ഥാന സർക്കാർ പറയുമ്പോൾ പോലും അത് ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ കഴിയുന്നില്ല എന്നത് ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഈ ആശാ വർക്കർമാരുടെ സമരവുമായി ബന്ധപ്പെട്ട വിമർശനം അത് CPM-നെതിരെയും സർക്കാരിനെതിരെയും തിരിക്കുന്നത്. ഒപ്പം മന്ത്രിമാർക്കും വിമർശനമുണ്ട്. മുഖ്യമന്ത്രിക്ക് ഒഴികെ മറ്റാർക്കും പ്രതീക്ഷയ്ക്കൊത്ത് ഉയരാൻ കഴിഞ്ഞിട്ടില്ല എന്ന് ചില പ്രതിനിധികൾ വിമർശനമായി ഉന്നയിക്കുന്നുണ്ട്. മുഖ്യമന്ത്രിയുടെ പ്രകടനത്തെ വലിയ സ്വീകാര്യതയോടെയാണ് ഈ പ്രതിനിധി സമ്മേളനം സ്വീകരിക്കുന്നത്. മുഖ്യമന്ത്രി വിമർശനങ്ങളെ ഒറ്റയ്ക്ക് നേരിടേണ്ടി വരുന്നുണ്ട്. പക്ഷേ മുഖ്യമന്ത്രിയുടെ പ്രവർത്തനം വലിയ മികച്ച രീതിയിലാണെന്ന തരത്തിലാണ് പ്രതിനിധികൾ ഇക്കാര്യത്തെ ചൂണ്ടിക്കാണിക്കുന്നത്. സർക്കാരിന് നേരെ വരുന്ന വിമർശനങ്ങളെ രാഷ്ട്രീയമായി പ്രതിരോധിക്കാൻ പക്ഷേ മുഖ്യമന്ത്രി മാത്രമാണ് മുന്നിലുള്ളത്. മന്ത്രിമാരാരും അതിന് കാര്യമായി തയ്യാറാകുന്നില്ലെന്ന വിമർശനം ചില പ്രതിനിധികൾ ഉന്നയിക്കുന്നുണ്ട്. കൊല്ലത്തുനിന്നുള്ള പ്രതിനിധിയാണ് മുഖ്യമന്ത്രി അനുകൂലിക്കുകയും മന്ത്രിമാരുടെ പ്രവർത്തനത്തെ അത് പ്രതീക്ഷയ്ക്കൊത്ത് ഉയരുന്നില്ല എന്നുള്ള വിമർശനം ഉന്നയിച്ചത്. പ്രധാനമായും സംസ്ഥാന സർക്കാരിൻ്റെയും CPM-ൻ്റെയും ഇപ്പോഴത്തെ നയമാറ്റത്തിലുള്ള ഒരു വിമർശനം കൂടി ഇന്നത്തെ പ്രതിനിധി സമ്മേളനത്തിൽ ചർച്ചയിൽ ഉണ്ട്. അതായത് വമ്പൻ വ്യവസായങ്ങൾക്ക് പുറകെ പോകുമ്പോൾ അടിസ്ഥാന വിഭാഗങ്ങളെ കണ്ടില്ലെന്ന് നടിക്കരുതെന്നാണ് PP ചിത്തരഞ്ജൻ വിമർശനമായി ഉന്നയിച്ചത്. ഇത്തരത്തിലുള്ള രീതി ഇടതുപക്ഷത്തിന് അല്ലെങ്കിൽ CPM-ന് തുടരാൻ കഴിയില്ല. അത്തരത്തിലുള്ള നയം മാറ്റണം. അല്ലെങ്കിൽ അടിസ്ഥാന വർഗത്തെ കണ്ടുകൊണ്ടുള്ള ഒരു മുന്നോട്ട് പോക്കാണ് CPM നടത്തേണ്ടതെന്നാണ് PP ചിത്തരഞ്ജൻ മുന്നോട്ട് വച്ചിരിക്കുന്നത്. ഇടതു സർക്കാരിന് നയവ്യതിയാനം ഉണ്ടോ എന്ന് സംശയിക്കത്തക്ക തരത്തിലാണ് ഇപ്പോഴത്തെ പ്രവർത്തനമെന്നാണ് അദ്ദേഹത്തിൻ്റെ വിമർശനം. അടിസ്ഥാന തൊഴിലാളി വർഗത്തെ സംരക്ഷിച്ചുകൊണ്ട് വേണം സംസ്ഥാന സർക്കാരും CPM-ഉം മുന്നോട്ട് പോകാൻ. അതല്ലാതെ വമ്പൻ വ്യവസായങ്ങൾക്ക് മാത്രം പുറകെ പോകരുതെന്ന് കൃത്യമായി എണ്ണിപ്പറഞ്ഞാണ് PP ചിത്തരഞ്ജൻ വിമർശനം ഉന്നയിച്ചത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട അദ്ദേഹം ചൂണ്ടിക്കാണിച്ചത് കയർ തൊഴിലാളികളുടെ കാര്യത്തിൽ രണ്ടാം പിണറായി സർക്കാർ ഒരു അനുകൂലമായ സമീപനമല്ല, അവരെ തഴഞ്ഞുകൊണ്ടുള്ള സമീപനമാണ് രണ്ടാം പിണറായി സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് പ്രത്യേകിച്ച് കയർ തൊഴിലാളികളുടെ കാര്യത്തിൽ ഉണ്ടായതെന്ന തരത്തിലാണ് PP ചിത്തരഞ്ജൻ്റെ വിമർശനം ഉണ്ടായിട്ടുള്ളത്. അങ്ങനെ മുഖ്യമന്ത്രിയെ സർക്കാരിനെയും ഏതെങ്കിലും തരത്തിൽ എണ്ണി പറഞ്ഞ് കുറ്റപ്പെടുത്തുന്നില്ല, പക്ഷേ മന്ത്രിമാരുടെ പെർഫോമൻസ് മോശമാണെന്ന വിമർശനം ഇക്കാര്യത്തിൽ ഉണ്ട്. സർക്കാരിൻ്റെ നയവ്യതിയാനത്തിനെതിരായിട്ടുള്ള വിമർശനങ്ങൾ ചില അംഗങ്ങൾ ഉന്നയിക്കുന്നുണ്ട്. ആ രീതിയിലാണ് CPM-ൻ്റെ ഇന്നത്തെ ഈ ചർച്ച മുന്നോട്ട് പോകുന്നത്. സ്വാതി. ശരി, രണ്ടാം പിണറായി സർക്കാരിലെ മന്ത്രിമാർക്കെതിരെ രൂക്ഷ വിമർശനമാണ് CPIM സംസ്ഥാന സമ്മേളനത്തിൽ പ്രതിനിധികൾ ഉന്നയിക്കുന്നത്. മുഖ്യമന്ത്രി ഒഴികെ മറ്റാർക്കും പ്രതീക്ഷയ്ക്കൊത്ത് ഉയരാൻ കഴിയുന്നില്ല എന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ ആശാവർക്കർമാരുടെ സമരം ഒത്തുതീർപ്പാക്കാത്തതിലും വലിയ തരത്തിലുള്ള വിമർശനങ്ങൾ ഉയരുന്നുണ്ട്. ആ വിവരങ്ങളാണ് അർജുൻ രാജ് നൽകിയത്.